start the course BSOE 145. The first unit of the course is Sociology of Religion. One moment. Religion is a field of sociological analysis. How do sociologists study religion by using a scientific method? Is it all possible to study religion? How are gods and heaven connected with sociology? When there are philosophers and theologists to study religion, why should sociologists also study religion? Social phenomena. അപ്പോൾ സോഷ്യൽ ഫിനോമിനയാണ് സോഷ്യോളജിസ്റ്റ് എപ്പോഴും പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യോളജിസ്റ്റ് ഫൈൻഡ് റിലീജിയൻ എ റെലവൻറ്റ് ഫീൽഡ് ഓഫ് എൻക്വയറി ബിക്കോസ് ഇറ്റ് ഈസ് എ സോഷ്യൽ ഫിനോമിന. Moreover, a sociologist concentrates on issues and questions which are not generally considered by theologists and philosophers. Philosophers-ഉം തിയോളജിസ്റ്റും എല്ലാം നോക്കുന്ന പോലെ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവല്ല സോഷ്യോളജിസ്റ്റ് കാണാൻ ശ്രമിക്കുന്നത്. The sociologist of religion focuses on the links between religion and other social phenomena such as politics, economics, science and technology. അപ്പോൾ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സയൻസ്, ടെക്നോളജി അതുപോലെയുള്ള സോഷ്യൽ ഫിനോമിനാസിൻ്റെ പ്രത്യേകതകൾ കാണാനായിട്ട് സോഷ്യോളജിസ്റ്റ് ഏത് രീതിയിൽ ആഗ്രഹിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് റിലീജിയൻ്റെ പ്രത്യേകതകളും കാണാനായിട്ട് ശ്രമിക്കുന്നത്. എ റീസെൻറ്റ് ബുക്ക് ഓൺ റിലീജിയൻ ബൈ ലോ ആൻഡ് മക്കോള. In that book, he returned as it is. Religion is simply a way of life. അപ്പോൾ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു ജീവിതത്തിലെ ഒരു സാധാരണ രീതി എന്ന് പറഞ്ഞാൽ അത് ഒരു സോഷ്യൽ ഫിനോമിനയാണെന്നാണ് അർത്ഥം. ടു ദ എക്സ്റ്റെൻറ്റ് റിലീജിയൻ ഈസ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫീൽഡ് ഓഫ് സോഷ്യോളജിക്കൽ അനാലിസിസ്. അത് ഒരു വേ ഓഫ് ലൈഫ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഫീൽഡ് ഓഫ് സോഷ്യോളജിക്കൽ അനാലിസിസ്. സോഷ്യോളജിക്കൽ അനാലിസിസിന് പറ്റിയ ഒരു പെർഫെക്റ്റ് ഫീൽഡ് തന്നെയാണ് റിലീജിയൻ എന്ന് പറയുന്നത്. റിലീജിയൻ ഈസ് എ സോഷ്യൽ ഫിനോമിന. ഇനി വാട്ട് ഡു വി മീൻ when say something is social? എന്തെങ്കിലും സോഷ്യൽ ആണെന്ന് നമ്മൾ പറയണത് എങ്ങനെയാണ്? ഇറ്റ് ബ്രോഡ്ലി റെഫേഴ്സ് ടു എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആസ് എ കളക്ടിവിറ്റി ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് പ്രോബബ്ലി ഇൻ ഓൾ വാക്സ് ഓഫ് ദെയർ ലൈഫ് ആൻഡ് ഡു ഓൾ ഫേസറ്റ്സ് ഓഫ് എവറിഡേ ഹ്യൂമൻ ലൈഫ്. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ്, എക്കണോമി. അപ്പോൾ എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ്, എക്കണോമി അതുപോലെ ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളുമായിട്ടുള്ള അവിടെയുള്ള എല്ലാ ആളുകളുമായിട്ടും റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു കാര്യമാണ് സോഷ്യലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിലീജിയൻ ഈസ് ഓൾസോ എ സോഷ്യൽ ഫിനോമിന. എവറി സൊസൈറ്റി ഹാസ് റിലീജിയസ് ബിലീവ്സ്, റൈറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഏത് സൊസൈറ്റി നോക്കിയാലും അവിടെ റിലീജിയസ് ബിലീവ്സ്, റൈറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. റിലീജിയൻ വെരി ഓഫൺ എഫക്ട്സ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എവറിഡേ ലൈഫ്. ദ വേ ഇൻ വിച്ച് വി റിലേറ്റ് ടു ഈച്ച് അതർ ഈസ് വെരി ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ റിലീജിയസ് ബിലീഫ്. എല്ലാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഈ റിലീജിയൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം അവിടെ റിലീജിയൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും കാണാൻ പറ്റും. റിലീജിയൻ ഈസ് ഓൾസോ റിലേറ്റഡ് ടു പൊളിറ്റിക്സ് ആൻഡ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ. റിലീജിയൻ ക്യാൻ യുണൈറ്റ് ഹ്യൂമൻ ബീങ് ടുഗെദർ ബട്ട് ഓൾസോ സോ ഹേറ്റഡ് എമംഗ് ദം. റിലീജിയൻ്റെ ഒരു പ്രത്യേകതയാണ് ഹ്യൂമൻ ബീങ്സിനെ, മാനവരാശിയെ ഒന്നിപ്പിക്കാൻ അതിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ബട്ട് ഓൾസോ സോ ഹേറ്റഡ് എമംഗ് ദം, അവരുടെ ഇടയിൽ വെറുപ്പിന്റെ വിത്ത് പാകാനും മതത്തിന് കഴിയും. റിലീജിയൻ മേ പ്രൊഡ്യൂസ് ഡിഫറിങ് ഇമ്പാക്ട്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. റിലീജിയൻ പല സ്ഥലത്ത് പലതരം ഇമ്പാക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. വൺ എൻഡ് ഓഫ് ദ ഗ്ലോബ് ഇറ്റ് സെർവ്സ് ടു ജസ്റ്റിഫൈ ഒപ്രഷൻ ആൻഡ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പൊ ഗ്ലോബിന്റെ ഒരു ഭാഗത്ത് അത് നീതീകരിക്കുന്നുണ്ടാവും ഒപ്രഷനെയും അതുപോലെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസിനെയും ന്യായീകരിക്കും
പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതേ ഗ്ലോബിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ദ സെയിം റിലീജിയൻ യു മേ ഫൈൻഡ് സെർവ്സ് ആസ് എ റീസൺ ടു റെസിസ്റ്റ് ആൻഡ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഓപ്പറേഷനും സ്ട്രഗിളിനും ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തികൾ നമുക്ക് കാണാൻ പറ്റും. ഇഫ് റിലീജിയസ് ബിലീഫ്സ് ആർ ദ സെയിം, ഇനി റിലീജിയസ് ബിലീഫ്സ് ഒരേപോലെയാണെങ്കിൽ ദെൻ ഹൗ ഡു വി എക്സ്പ്ലെയിൻ വൈ പീപ്പിൾ റിയാക്ട് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പം ഇങ്ങനെ റിലീജിയസ് ബിലീഫ്സ് എവിടെയായാലും ഒരേപോലെ തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ വ്യക്തികൾ പല രീതിയിൽ ഇതിനോട് പ്രതികരിക്കുന്നത് എന്താണ്? ഓൾ റിലീജിയൻസ് ടീച്ച് ലവ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അപ്പം റിലീജിയൻ സാധാരണ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ്? ലവ് ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അപ്പം സ്നേഹവും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും പാഠങ്ങളാണ് റിലീജിയൻ മനുഷ്യർക്ക് നൽകുന്നത്. ഈവൻ ദെൻ വൈ ഡു പീപ്പിൾ ഫൈറ്റ് അമംഗ് ദംസെൽസ് ആൻഡ് ഡൈ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ? അപ്പം റിലീജിയൻ നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, ഒരിക്കലും വെറുക്കപ്പെടാനോ മറ്റുള്ളവരെ ശിക്ഷിക്കാനോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ലവ് ആൻഡ് ബ്രദർഹുഡാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മതത്തിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും ആളുകൾ ഫൈറ്റ് ചെയ്യുകയും മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രിസൈസ്ലി ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇങ്ങനെയുള്ള ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കുക. അതാണ് സോഷ്യോളജിസ്റ്റ് ഈ പ്രത്യേകമായിട്ട് റിലീജിയനെ കുറിച്ച് പഠിക്കാനായിട്ട് കാരണം ഇറ്റ് ഈസ് പ്രിസൈസ്ലി ദീസ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലൈക്ക് വിച്ച് സോഷ്യോളജിസ്റ്റ് സ്റ്റഡി. ഇൻ എ ബുക്ക് ഓഫ് റിലീജിയൻ സൊസൈറ്റി ആൻഡ് ദ ഇൻഡിവിജ്വൽ, അതിൽ യങ്ങർ റോട്ട് ദാറ്റ് റിലീജിയൻ ഈസ് എ സോഷ്യൽ ഫിനോമിന. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫിനോമിനയാണ് ബിക്കോസ് ഇറ്റ് ഈസ് വോവൺ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൻ്റെ ഫാബ്രിക്കിലാണ് അത് നെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സോഷ്യൽ ഫിനോമിന. അപ്പോൾ സോഷ്യൽ ഫിനോമിന ആണെങ്കിൽ സോഷ്യോളജിസ്റ്റ് മസ്റ്റ് സ്റ്റഡി അബൌട്ട് this religion. Whether a believer or non-believer, a sociologist is supposed to observe without bias the way in which people experience religion. അപ്പോൾ ഒരു വിശ്വാസിയാകാം അല്ലെങ്കിൽ അവിശ്വാസിയാകാം സോഷ്യോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ അയാൾ റിലീജിയനെ കുറിച്ച് പഠിക്കാൻ നേരത്ത് എപ്പോഴും ഒരു വിത്തൗട്ട് ബയസ്, അതായത് ഒരു പക്ഷപാതവും കൂടാതെ ആണ് റിലീജിയനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും അതിനെക്കുറിച്ച് പഠിക്കാനുള്ളതും. മേ ബി എ സോഷ്യോളജിസ്റ്റ് ക്യൂരിയസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ദ റിച്ച് ദ പുവർ എക്സ്പീരിയൻസ് റിലീജിയൻ. അപ്പോൾ ഈ റിലീജിയനെ റിച്ച് ആയിട്ട് ആളുകളും അതുപോലെ പുവറായിട്ട് ആളുകളും എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അറിയാനായിട്ട് അവർ ക്യൂരിയസ് ആയിരിക്കണം, ജിജ്ഞാസയുള്ളവരായിരിക്കണം. റിയാലിറ്റി ഈസ് നോട്ട് വാട്ട് മീറ്റ് അവർ ഐസ് അലോൺ. നമ്മൾ നേരിട്ട് കാണുന്നതല്ല വാസ്തവത്തിൽ റിയാലിറ്റി. അപ്പോൾ ആ റിയാലിറ്റി എന്താണെന്ന്, യാഥാർത്ഥ്യത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സോഷ്യോളജിസ്റ്റ് എപ്പോഴും തൽപരരായിരിക്കണം. സോഷ്യോളജിസ്റ്റ് മോസ്റ്റ് often tries to unearth the explicit outwardly visible reality, but behind this lies the invisible trend, the increasing criminal trend of പാർട്ടി പൊളിറ്റിക്സ്. അപ്പോൾ ഈ റിലീജിയൻ്റെ പുറമേ കാണുന്ന മോഡിയിൽ മാത്രം വിശ്വസിക്കാതെ അതിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് അതിനകത്തുള്ള ആ ഫീലിങ്സ് അതെന്താണെന്ന് കണ്ടുപിടിക്കുക. അതൊരു സോഷ്യോളജിസ്റ്റിൻ്റെ കടമയാണ്. ഫർദർ ഇൻ ടൈംസ് ഓഫ് അക്യൂട്ട് ക്രൈസിസ് ദെയർ ടെൻസ് ടു എമർജ് എ സ്ട്രോങ് ഫെറോവർ ഓഫ് റിലീജിയസ് റിവൈവലിസം. അപ്പോൾ എപ്പോഴെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പോൾ ഒരു റിലീജിയൻ്റെ പുനരുദ്ധാനം, ഒരു നവോത്ഥാനം, റിലീജിയൻ്റെ ആ സപ്പോർട്ട് വഴി ആ ക്രൈസിസിന് ഒരു റിലാക്സ് കിട്ടുന്നതായിട്ട് നമ്മൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ബൈ റിസർച്ച് എ സോഷ്യോളജിസ്റ്റ് മൈറ്റ് പോസിബിളി പ്രൂവ് ദാറ്റ് ദ റിച്ച് യൂസ് റിലീജിയൻ ഡ്യൂറിങ് ക്രൈസിസ് ടു എക്സ്പ്ലോയിറ്റ് ദ മാസസ്. അപ്പോൾ റിസർച്ചിൽ കൂടി സോഷ്യോളജിസ്റ്റ് മൈറ്റ് പോസിബിൾ പ്രൂവ്, അവർ തെളിയിക്കാനായിട്ട് ശ്രമിക്കണം ദാറ്റ് ദ റിച്ച് യൂസ് റിലീജിയൻ, ധനവാന്മാർ റിലീജിയനെ എങ്ങനെയാണ് യൂസ് ചെയ്യണം ഡ്യൂറിങ് ക്രൈസിസിൻ്റെ സമയത്ത് ടു എക്സ്പ്ലോയിറ്റ് ദ മാസസിനെ, ജനതകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ മതത്തിനെ യൂസ് ചെയ്യണത്. ഓർ ഇറ്റ് മേ ബി ദാറ്റ് ദ മാസസ് റീകോൾ ആൻഡ് റിവൈവ് റിലീജിയൻ ഡ്യൂറിങ് ക്രൈസിസ് ആസ് എ മെഷർ ഓഫ് ഹോപ്പ്. പക്ഷെ ജനതയാണെങ്കിൽ ആ ആം ജനത എന്ന് പറയുന്നത് അവർ ഈ റിലീജിയനെ ഇത്തരമുള്ള ക്രൈസിസിൻ്റെ ഇടയ്ക്ക് ആശ്രയിക്കുന്നത് ആസ് എ മെഷർ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയോടുകൂടിയാണ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ടുള്ള ഒരു
എന്തെങ്കിലും ഒരു സംവിധാനം റിലീജിയനിലൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മാസസ് റിലീജിയനെ കാണുന്നത്. അപ്പൊ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ ഒരു റിസർച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബൈ നൗ യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് റിലീജിയൻ ഈസ് എ social phenomena and hence it is legitimately a field of sociological study. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം റിലീജിയൻ ഈസ് എ സോഷ്യൽ ഫിനോമിന. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ ഫിനോമിന ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലെജിറ്റിമേറ്റ്ലി എ ഫീൽഡ് ഓഫ് സോഷ്യോളജിക്കൽ സ്റ്റഡി. അപ്പൊ സോഷ്യോളജിക്കൽ സ്റ്റഡിക്ക് തീർച്ചയായും യോജിച്ച ഒരു ഫീൽഡ് തന്നെയാണ് ഈ റിലീജിയൻ എന്ന് പറയുന്നത്. ഇനി സോഷ്യോളജി ഓഫ് റിലീജിയൻ ഡിഫേഴ്സ് ഫ്രം ഫിലോസഫി ഓഫ് റിലീജിയൻ ആൻഡ് തിയോളജി. ഈ മൂന്ന് സംഗതികൾ തമ്മിൽ സോഷ്യോളജി ഓഫ് റിലീജിയൻ, അതുപോലെ ഫിലോസഫി ഓഫ് റിലീജിയൻ, അതുപോലെ തന്നെ തിയോളജി, ഈ മൂന്ന് കാര്യങ്ങളിലും കുറെ വ്യത്യസ്തകൾ ഉണ്ട്. ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ കനോട്ട് ബി മെയ്ഡ് ബിറ്റ്വീൻ ദീസ് ത്രീ. ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം നമുക്ക് കാണാൻ പറ്റൂല. എന്നാലും ഈ മൂന്ന് കാര്യങ്ങളിലും വളരെ അധികം വ്യത്യസ്തത കാണാൻ പറ്റും. അപ്പൊ ഓരോന്നും എടുത്തിട്ട് നമുക്ക് നോക്കാം. ദ ഫോക്കസ് ഓഫ് ത്രീ ഡിസിപ്ലിൻസ് ഈസ് ബ്രോഡ്ലി ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, സോഷ്യോളജി ഓഫ് റിലിജിയൻ ഡസ് നോട്ട് ആസ്ക് വെദർ ഗോഡ് എക്സിസ്റ്റ്. അപ്പൊ സോഷ്യോളജി ഓഫ് റിലിജിയൻ അത് ഡസ് നോട്ട് ആസ്ക്, ഒരിക്കലും ചോദിക്കണില്ല വെദർ ഗോഡ് എക്സിസ്റ്റ്, ദൈവം നിലനിൽക്കുന്നുണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരിക്കലും സോഷ്യോളജി ഓഫ് റിലീജിയൻ ചോദിക്കാറില്ല. റാദർ സോഷ്യോളജി ഓഫ് റിലീജിയൻ ആസ്ക്. പക്ഷേ സോഷ്യോളജി ഓഫ് റിലീജിയൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഇഫ് പീപ്പിൾ ബിലീവ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്, വൈ ഡു ദേ ബിലീവ്? ആളുകൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? വൈ ഡു ദേ ബിലീവ്? അല്ലാണ്ട് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ സോഷ്യോളജിസ്റ്റ് ഒരിക്കലും ചോദിക്കുന്നില്ല. അവര് ചോദിക്കുന്നത് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആസ്ക് ഇഫ് പീപ്പിൾ ബിലീവ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് സോഷ്യോളജി വിശ്വസിക്കുന്നുണ്ടോ? വൈ ഡു ദേ ബിലീവ്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത്? ഹൗ ഡു ദേ കം ടു ബിലീവ്? അങ്ങനെ ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരാനായിട്ട് അവരെന്താണ് പ്രേരിപ്പിച്ചത്? ഹൗ ഡു ദേ ഡിസ്ക്രൈബ് ദെയർ ഗോഡ്? അവരെങ്ങനെയാണ് അവരുടെ ദൈവത്തിനെ വിവരിക്കുന്നത്? ആൻഡ് ഈസ് ദെയർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദെയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോഡ് ആൻഡ് ദെയർ സോഷ്യൽ കണ്ടീഷൻസ്? അവരുടെ ദൈവത്തെ വിവരിക്കുമ്പോൾ അതും ആ ആളുകളുടെ സോഷ്യൽ കണ്ടീഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്, ആ ദൈവത്തിനും അവിടെയുള്ള സോഷ്യൽ കണ്ടീഷൻസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. സിമിലർലി സാക്രിഫൈസിങ് ഗോഡ്സ് ഓർ ബഫലോസ് ഫോർ ഡേറ്റീസ് കനോട്ട് ബി സർട്ടിഫൈഡ് ആസ് റൈറ്റ് ഓർ റോങ് ബൈ ദ സോഷ്യോളജിസ്റ്റ്. അതുപോലെ തന്നെ പല ബലികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആടുകളെ, ബഫലോസിനെ, അങ്ങനെയൊക്കെ. പക്ഷെ ആ ബലി ശരിയാണോ തെറ്റോ ആണോന്ന് ഒരിക്കലും സോഷ്യോളജിസ്റ്റ് ചോദിക്കാറില്ല. ടു ബി പ്രിസൈസ്, ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ ദ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഓട്ട് ടു ബി ഡസ് നോട്ട് ബിലോങ് ടു ദ സോഷ്യോളജി ഓഫ് റിലീജിയൻ. One should bear in mind that a sociologist aim at sociological analysis or religion and not a religious analysis of sociology. അപ്പൊ സോഷ്യോളജിയുടെ എയിം എന്ന് പറഞ്ഞാൽ, സോഷ്യോളജിസ്റ്റിന്റെ എയിം എന്ന് പറയുന്നത് അറ്റ് സോഷ്യോളജിക്കൽ അനാലിസിസ് ഓഫ് റിലീജിയൻ, സോഷ്യോളജിക്കൽ അനാലിസിസ് ഓഫ് റിലീജിയൻ ആണ്, അല്ലാതെ നോട്ട് എ റിലീജിയസ് അനാലിസിസ് ഓഫ് സൊസൈറ്റി. അതല്ല സോഷ്യോളജി ഓഫ് റിലീജിയന്റെ ലക്ഷ്യം. ഇനി സെക്കൻഡ്, ഫിലോസഫി ഓഫ് റിലീജിയൻ, അത് ഡിഫേഴ്സ് ഫ്രം ദ എബവ്. ഇനി സോഷ്യോളജി ഓഫ് റിലീജിയനിൽ നിന്ന് ഫിലോസഫി ഓഫ് റിലീജിയൻ വ്യത്യസ്തമാണ്. അത് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കണമെന്ന് വെച്ചാൽ, ഫിലോസഫി ഹാസ് മെനി സ്പെഷ്യലൈസേഷൻ ലൈക്ക് മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റിമോളജി ആൻഡ് എത്തിക്സ്. ഫിലോസഫിക്ക് ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതായത് മെറ്റാഫിസിക്സ്, തത്വമീമാംസ, എപ്പിസ്റ്റിമോളജി, ജ്ഞാനശാസ്ത്രം, അതുപോലെ എത്തിക്സ്, ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം, അങ്ങനെ പല വകഭേദങ്ങളുണ്ട് ഫിലോസഫിക്ക്. മെറ്റാഫിസിക്സ് ഇസ് ബ്രോഡ്ലി പുട്ട് ദ സ്റ്റഡി ഓഫ് ദ അബ്സ്ട്രാക്ട്. മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ആ സ്റ്റഡി ഓഫ് ദ അബ്സ്ട്രാക്ട്, അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ആസ് എ മെറ്റാഫിസിഷ്യൻ, എ ഫിലോസഫർ ഓർ എ റിലിജിയൻ ഹാസ് ടു deduce arguments for against the existence of God. പക്ഷെ എപ്പിസ്റ്റിമോളജി ഈസ് എ സ്റ്റഡി ഓഫ് ദ ബേസിസ് ഓഫ് നോളജ്. അത് ജ്ഞാനശാസ്ത്രവും എപ്പിസ്റ്റിമോളജി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ബേസിസ് ഓഫ് നോളജ്. നോളജിന്റെ ബേസിസ് എന്താണെന്ന് എപ്പിസ്റ്റിമോളജിയിൽ പഠിക്കണം. അക്കോർഡിംഗ് ടു ആസ് ആൻ എപ്പിസ്റ്റിമോളജിസ്റ്റ്, എ ഫിലോസഫർ ഓഫ് റിലീജിയൻ എക്സാമിൻസ് ദ പോസിബിലിറ്റി ഓഫ് നോയിങ് ഗോഡ് ത്രൂ വേരിയസ് മീൻസ്. അപ്പൊ അക്കോർഡിംഗ്
ആസ് ആൻ എപ്പിസ്റ്റിമോളജിസ്റ്റ്, ഒരു എപ്പിസ്റ്റിമോളജിസ്റ്റ് ആണെങ്കിൽ എ ഫിലോസഫർ ഓഫ് റിലീജിയൻ, അങ്ങനെ ഒരു ഫിലോസഫർ ഓഫ് റിലീജിയൻ ആണ് ഒരു എപ്പിസ്റ്റിമോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് കാണുന്നത് എക്സാമിൻസ് പരീക്ഷിക്കുന്നത് ദ പോസിബിലിറ്റി ഓഫ് നോയിങ് ഗോഡ് ത്രൂ വേരിയസ് മീൻസ്, പല വഴികളിൽ കൂടി ദൈവത്തിനെ അറിയാൻ ശ്രമിക്കുക. അതാണ് എപ്പിസ്റ്റിമോളജിസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലോസഫർ ഓഫ് റിലീജിയൻ ഓൾസോ കോൺസെൻട്രേറ്റസ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് മോറൽസ് ഓർ മൊറാലിറ്റി. അപ്പോൾ ഒരു ഫിലോസഫർ, ഒരു തത്വചിന്തകനാണെങ്കിൽ അദ്ദേഹം എന്താണ് കോൺസെൻട്രേറ്റ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് മോറൽസ് ഓർ മൊറാലിറ്റി. മോറൽസും മൊറാലിറ്റിയൊക്കെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ഒരു ഫിലോസഫർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇനി തിയോളജി എന്ന് പറയുന്നത് ദൈവശാസ്ത്രം, അതാണെങ്കിൽ തിയോളജി ഡിഫർ ഫ്രം ബോത്ത് എബവ്. അപ്പം സോഷ്യോളജി ഓഫ് റിലീജിയനും ഫിലോസഫി ഓഫ് റിലീജിയനിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണ് തിയോളജി. തിയോളജി ഡിഫേഴ്സ് ഫ്രം ബോത്ത് ദ എബവ്. തിയോളജിയൻസ് ആർ നെസസറിലി ബിലീവേഴ്സ്. അപ്പൊ ദൈവശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ അവര് വാസ്തവത്തിൽ ബിലീവേഴ്സ്, വിശ്വാസികൾ തന്നെയാണ് അല്ലെ. വിശ്വാസികളാണല്ലോ ദൈവശാസ്ത്രജ്ഞരായിട്ട് മാറുക. ദേ ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അവര് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഡിവൈൻ ബീയിങ്സ് ബൈ സ്റ്റഡിങ് ദ ഫെയ്ത്ത് ഓഫ് ഇറ്റ്സ് ബിലീവേഴ്സ്, ബൈ അനലൈസിങ് ദ പീപ്പിൾസ് എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. അപ്പൊ പീപ്പിൾസ് എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് അത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് തിയോളജിയൻസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് ആൻഡ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തെയും ദൈവത്തിന്റെ പ്ലാനുകളെയും മനസ്സിലാക്കാനായിട്ട് തിയോളജിയൻസ് ശ്രമിക്കാറുണ്ട്. തിയോളജിയൻസ് ആർ റെക്കഗ്നൈസ്ഡ് റിലീജിയസ് ലീഡർ. ഇനി ദൈവശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ അവര് വാസ്തവത്തിൽ മത നേതാക്കന്മാരാണ്, റിലീജിയസ് ലീഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ദർ ആർ ഹിന്ദു തിയോളജിയൻസ് ഉണ്ട്. അവരെ പറയുന്ന പണ്ഡിറ്റ്, ആചാര്യ, ഹെഡ് ഓഫ് മോണസ്ട്രീസ്, ഇവരെല്ലാം ഹിന്ദു തിയോളജിയൻസ് ആണ്. അതുപോലെ മുസ്ലിം തിയോളജിയൻസ്, theologians is interested in the comparative study of belief system in two religion. In somewhat similar way, where theologians need not necessarily depend on society. അപ്പോൾ ഇവര് പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ദൈവമുണ്ടോ, ദൈവമായിട്ടുള്ള ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യം, ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് അവർ ശരിക്കും തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇൻ സംവാട്ട് സിമിലർ വേ വേറാസ് തിയോളജിയൻസ് നീഡ് നോട്ട് നെസസറിലി ഡിപ്പെൻഡ് ഓൺ സൊസൈറ്റി. അവർക്ക് അങ്ങനെ സൊസൈറ്റീനെ അത്രയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. പക്ഷേ ഫോർ ദെയർ എക്സ്പ്ലനേഷൻസ് സോഷ്യോളജിസ്റ്റ് ബിലീവ് ദാറ്റ് റിലീജിയസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ഓൺലി വിത്തിൻ ദെയർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. പക്ഷേ സോഷ്യോളജിസ്റ്റ് വിശ്വസിക്കുന്നത്, അവര് വിശ്വസിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുള്ളോടത്ത് നിന്നുകൊണ്ട് മാത്രമേ അത് പഠിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ചിന്താഗതിക്കാരാണ് ഈ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇവര് മൂന്ന് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ ഈ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഓഫ് റിലീജിയൻ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ അതും ചേർക്കാവുന്നതാണ്. ഇനി സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ എന്താണെന്ന് നോക്കുക. എ ഡെഫിനിഷൻ ഹെൽപ്പ് us to identify clear the subject of our study. നമ്മൾ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷനിൽ ശരിക്കും ആ വസ്തുവിന്റെ സംഹിത അടങ്ങിയിരിക്കണം. അതെന്താണെന്ന് ആ ഡെഫിനിഷനിൽ കൂടെ തന്നെ വ്യക്തമാകണം. അതുപോലെ ആയിരിക്കണം ഡെഫിനിഷൻ നൽകേണ്ടത്. ദ പ്രൈമറി ടാസ്ക് ഓഫ് സോഷ്യോളജിസ്റ്റ് ബിഫോർ അണ്ടർടേക്കിംഗ് എനി റിസർച്ച്, ഏതെങ്കിലും റിസർച്ച് തുടങ്ങണേക്ക് മുമ്പ് തന്നെ പ്രൈമറി ടാസ്ക് ഓഫ് ദ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ദേ ഷുഡ് ഡിഫൈൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദെയർ സ്റ്റഡി. അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ് അതിനെ ശരിക്കും ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. വെരി ഓഫൺ ഡിഫിനിഷൻസ് ടെൻഡ് ടു ഡിസ്ക്രൈബ് ദ കണ്ടന്റ് ഓർ സബ്സ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. അപ്പോൾ എപ്പോഴും ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടെൻഡ് ടു ഡിസ്ക്രൈബ് ദ കണ്ടന്റ് ഓർ സബ്സ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. ആ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയുടെ കണ്ടന്റ് എന്താണ്, അതുപോലെ
അതിൻ്റെ ആ ട്രെൻഡ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കാൻ ഈ ഡെഫിനിഷനിലൂടെ കഴിയണം. ബട്ട് അഡ്യൂക്കേറ്റ് കെയർ മസ്റ്റ് ബി ടേക്കൺ സോ ദാറ്റ് ഡെഫിനിഷൻ പ്രൊവൈഡ്സ് ദ എസെൻഷ്യൽ ഐഡിയാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഏത് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതിൻ്റെ എസെൻഷ്യൽ ഐഡിയാസ് ആ ഡെഫിനിഷനിൽ ഉണ്ടായിരിക്കണം. ബ്രോഡ്ലി ദ ഫോളോയിങ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ. അപ്പൊ റിലീജിയന്റെ ഡെഫിനിഷൻ നൽകാൻ നേരത്ത് റിലീജിയന്റെ 4 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് അടങ്ങിയിരിക്കണം ആ റിലീജിയന്റെ ഡെഫിനിഷനിൽ. ബ്രോഡ്ലി ദ ഫോളോയിങ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ഇൻ ഓർഡർ ടു കൺസ്ട്രക്ട് എ സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ. അപ്പൊ അതിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 4 ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ, റിലീജിയൻ ഇസ് എ ഗ്രൂപ്പ് ഫിനോമിന. അപ്പൊ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഫിനോമിനയാണ്. ഒരാൾ ഒറ്റക്കല്ല മതം എന്ന് പറയുന്നത്. ആ മതത്തിനകത്ത് ഒത്തിരി ആളുകളുണ്ട്, ഒരു സമൂഹം തന്നെ അതിൻ്റെ ഉള്ളിൽ, വലിയ വലിയ സമൂഹങ്ങൾ, പല രാജ്യങ്ങൾ ഉൾപ്പെടുന്നത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് റിലീജിയനെ നമ്മൾ കാണുന്നത്. അപ്പൊ റിലീജിയൻ ഇസ് എ ഗ്രൂപ്പ് ഫിനോമിനയാണ്. റിലീജിയൻ ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. റിലീജിയൻ ഇസ് ഷെയർഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷെയർഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. എവരി റിലീജിയൻ എംഫസിസ് ഓൺ ദ നീഡ് ഫോർ കളക്റ്റീവ് വർഷിപ്പ്. കളക്റ്റീവ് വർഷിപ്പിനെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നുള്ള ഒരു ആരാധനക്രമം, അതിനെയാണ് എല്ലാ റിലീജിയനും പ്രോത്സാഹിപ്പിക്കുന്നത്. ഫെസ്റ്റിവൽസ് ആൻഡ് റിച്വൽസ് ആർ ഒക്കേഷൻസ് വിച്ച് ബ്രിങ് പീപ്പിൾ ടുഗെദർ. ഫെസ്റ്റിവൽസ് അതുപോലെ റിച്വൽസ്, അതൊക്കെ ആളുകളെ ഒന്നിച്ചു ചേർക്കുന്ന ഒരവസരമാണ്. എം.എൻ. ശ്രീനിവാസ് ഇൻ ഹിസ് സ്റ്റഡി ഓഫ് എ കൂർ വില്ലേജ് ഒബ്സർവ് ദാറ്റ് ദ ഫെസ്റ്റിവൽ ഓഫ് വില്ലേജ് ഡൈറ്റീസ് ഇൻക്ലൂഡ് എ വില്ലേജ് ഡാൻസ്, കളക്റ്റീവ് ഹണ്ട് ആൻഡ് എ ഡിന്നർ ഫോർ ദ എൻറ്റയർ വില്ലേജ്. അപ്പോൾ ആ മുഴുവൻ അവിടെ ഫെസ്റ്റിവൽസിന് ആ വില്ലേജിലുള്ള എല്ലാ ആളുകളും ചേർന്നിട്ടുള്ള ഒരു വില്ലേജ് ഡാൻസ് ഉണ്ടാവും, കളക്റ്റീവ് ഹണ്ട് ഉണ്ടാവും, അതുപോലെ അതിൻ്റെ ഡിന്നർ ഫോർ ദ എൻറ്റയർ വില്ലേജ്. ആ വില്ലേജിലുള്ള എല്ലാവർക്കും ഒരു ഡിന്നറും ഉണ്ടായിരിക്കും ഒന്നിച്ച്. അപ്പോൾ ദ കളക്റ്റീവ് ഡിന്നർ ഇൻ വിച്ച് ദ എൻറ്റയർ വില്ലേജ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഈ കളക്റ്റീവ് ഡിന്നറിന് ആ മുഴുവൻ വില്ലേജിലെ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കളക്റ്റീവ് ഡിന്നറിന് ഒരു പ്രത്യേക പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് യുറോം, വില്ലേജ് ഹാർമണി. Durkheim equates God with society, so much so that when you worship God, you are worshipping your own society. Durkheim ഒരിക്കൽ പറഞ്ഞായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു, നമ്മൾ അവിടെ തോട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ സംഗതികൾ വന്നപ്പോൾ ആളുകൾ എങ്ങനെയാണ് വർഷിപ്പ് ചെയ്യണേന്ന്. അപ്പോൾ അവർ ആ തോട്ടത്തിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ഓൺ സൊസൈറ്റീനെ തന്നെയാണ് വർഷിപ്പ് ചെയ്യണേന്നാണ് ഡർക്കിം പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഡർക്കിം, ഗോഡ് ഈസ് എ ഹ്യൂമൻ ക്രിയേഷൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗോഡ് എന്ന് പറയുന്നത് ഒരു മാനവ സൃഷ്ടിയാണ്, അതിൻ്റെ സോഷ്യൽ ക്രിയേഷൻ, അതുപോലെ തന്നെ ഒരു സോഷ്യൽ സമൂഹ സൃഷ്ടിയും കൂടിയാണ്. അറ്റാറ്റ് ഗോഡ് ഈസ് ഇൻ ഫാക്ട് ബോൺ ഇൻ ദ കളക്റ്റീവ് എക്സ്പീരിയൻസസ്. കളക്റ്റീവ് എക്സ്പീരിയൻസിലാണ് എല്ലാവരും കൂടി ഒന്നു ചേർന്നിട്ടുള്ള ഏകോപിച്ചുകൊണ്ടുള്ള ആ എക്സ്പീരിയൻസിലാണ് ഗോഡ് വരുന്നത്. കമ്മിങ് ടുഗെദർ ലീഡിങ് ടു റിച്വൽസ്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിലാണ് റിച്വൽസ് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ചെയ്യണ ആ സമയത്ത് ആണ് ഗോഡിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. ഗോഡ് ഈസ് ഇൻ ഫാക്ട് ബോൺ ഇൻ എ കളക്റ്റീവ് എക്സ്പീരിയൻസ്. അപ്പൊ അത് അവിടുത്തെ ആ സ്ഥലത്തിലെ ആളുകളുടെ ഒരു ഐക്യത, സോളിഡാരിറ്റിനെയും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. സം പീപ്പിൾ മേ ഹോൾഡ് ദാറ്റ് വൺസ് റിലീജിയസ് അഫിലിയേഷൻ ഷുഡ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ പബ്ലിക് ഐദർ ത്രൂ റിച്വൽസ് ഓർ എനി റിലീജിയസ് മാർക്കർ. ചില ആളുകൾക്കൊക്കെ അഭിപ്രായമുണ്ട്, ഇപ്പം മതം ഏതായാലും ഓരോരുത്തർക്കും ഒരു മതമുണ്ട്, അത് അവരുടെ ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോലെ പുറത്തെന്തിനാണ് കാണിക്കുന്നത്. പക്ഷെ പുറത്ത് കാണിക്കുമ്പോൾ അതെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു ഐക്യതയും ബലവും ഉണ്ടാകുന്നത്. മെനി പീപ്പിൾ മേ ക്രിട്ടിക്കൽ അബൌട്ട് റിലീജിയൻ ആൻഡ് സം ഓഫ് us മേ റിജക്ട് ഇറ്റ് ഓൾ ടുഗെദർ. ഇനി പല ആളുകളും വിമർശിക്കുന്നവരുണ്ടാവും മതത്തിനെ, അതുപോലെ വിമർശിക്കുന്ന കൂടാതെ എതിർക്കുന്നവരും ഉണ്ടാവും. യെറ്റ് ദ ഫാക്ട് റിമൈൻസ് ദാറ്റ് സിൻസ് റിലീജിയൻ ഈസ് ആൻ ആസ്പെക്ട് ഓഫ് കൾച്ചർ. പക്ഷെ എങ്ങനെയായാലും എതിർത്താലും കൊള്ളാം വിമർശിച്ചാലും കൊള്ളാം, റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആസ്പെക്ട് ഓഫ് കൾച്ചർ, സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് റിലീജിയൻ. വി ലേൺ റിലീജിയസ് വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസ് ആസ് വി ഗ്രോ അപ്പ് ഇൻ എ സൊസൈറ്റി. ഇനി അടുത്ത സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇസ് ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് ദ സാക്രഡ്. അറ്റ് ദ സെന്റർ ഓഫ് ഓൾമോസ്റ്റ് എവരി റിലീജിയൻ റൈസ് ദ ഐഡിയ ഓഫ് സൂപ്പർ നാച്ചുറൽ. ഒരു അമാനുഷിക ഒരു ശക്തിയുടെ ഒരു
വ്യക്തത, ഐഡിയ, ആശയം നമുക്ക് ഏത് റിലീജിയനിലും കാണാം. ദ സൂപ്പർ നാച്ചുറൽ ഈസ് സംതിങ് ബിയണ്ട് ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒന്നാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഒമ്നിപൊട്ടന്റ്, സർവ്വവ്യാപിയാണ്, ഇൻഫിനിറ്റ്, അത് കൗണ്ട് ചെയ്യാൻ പറ്റണില്ല, നമുക്ക് ഇത്രയാണെന്ന് നിർവചിക്കാൻ പറ്റണില്ല. ഓർ എക്സ്ട്രാ ഓർഡിനറി, അസാധാരണത്വം ഉള്ളതാണ്. അതായത് നാച്ചുറലിനൊക്കെ സൂപ്പർ ആയിട്ടുള്ളത്, അമാനുഷികത്വം ഉള്ളത്, അതിനെയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ബിലീഫ് ഇൻ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് വാസ് ദ ഡെഫിനിഷൻ ഫോർ റിലീജിയൻ. അപ്പൊ റിലീജിയന്റെ ഡെഫിനിഷൻ തന്നെ ബിലീഫ് ഇൻ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, സൂപ്പർ നാച്ചുറൽ ബീയിങ്സിലുള്ള ബിലീഫ്, വിശ്വാസമാണ് മതം എന്നാണ് പറയുന്നത്. ഇത് ടൈലറുടെ ഒരു ഫേമസ് ഡെഫിനിഷനാണ്. ടൈലർ ഈസ് എ ഫേമസ് ആന്ത്രോപോളജിസ്റ്റ്. അദ്ദേഹം മതത്തിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: ബിലീഫ് ഇൻ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്. പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത്, തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ്. ഓരോ മതത്തിനും അതിൻ്റെതായ ബിലീഫും പ്രാക്ടീസസും, വിശ്വാസങ്ങളും ആചാരങ്ങളും ആചാരങ്ങളുടെ പ്രാക്ടീസസും എല്ലാം ഉണ്ടാവും. ബിലീഫ് സെർവ്സ് ദിസ് പർപ്പസ് ഓഫ് റിവീലിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ഓർ ഡിവൈൻ ഓർ ദ സാക്രഡ്. ബിലീഫ് എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് എ ഡിവൈൻ, ദ ഡീഡ്സ്, ആക്ഷൻസ് ഓർ വേർഡ്സ് ഓഫ് ദ വേർഡ്സ് ഡിവൈൻ ആൻഡ് പ്രിസ്ക്രൈബ് വേസ് ഇൻ വിച്ച് ഹ്യൂമൻ ബീങ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഡിവൈൻ. പവിത്രമായിട്ടുള്ളതിനോട് ബന്ധപ്പെടാനായിട്ട് മനുഷ്യർ ചെയ്യുന്ന വിശ്വാസങ്ങളും ആ വിശ്വാസത്തെ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആചാരങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. ബിലീഫ് നെസസറിലി ഇൻവോൾവ്സ് എ സെൻസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് സ്പീക്സ് അബൌട്ട് എ ട്രഡീഷൻ ഇൻ ദ സെൻസ് ഓഫ് എ കസ്റ്റം ഫോളോഡ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് നറേറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ ആൻഡ് ഇൻ ഡൂയിങ് സോ ഗീവ്സ് മീനിങ് ടു റിച്വൽ. അപ്പോൾ പല റിച്വൽസ്, അത് ആ ഒരു ദൈവികത്വത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ പരിശുദ്ധിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് പല റിച്വൽസും. റിച്വൽസ് ഈസ് ആൻ ആക്ട് പെർഫോംഡ് റിപ്പീറ്റ്ലി ആൻഡ് അക്കോർഡിംഗ് ടു കസ്റ്റം. ഒരു കസ്റ്റം അനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റിച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് സെറിമോണിയൽ ആൻഡ് ഫോർമൽ. അത് സെറിമോണിയലുമാണ് ഫോർമലുമാണ്. മോസ്റ്റ് ഓഫൺ റിച്വൽസ് ആർ ഇൻവെസ്റ്റഡ് വിത്ത് സ്പെസിഫിക് പർപ്പസസ്. മോസ്റ്റ് ഓഫൺ, സാധാരണയായിട്ട് റിച്വൽസ് ആർ ഇൻവെസ്റ്റഡ് വിത്ത് സ്പെസിഫിക് പർപ്പസസ്. പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് റിച്വൽസ് ഒക്കെ ഉപയോഗിക്കുന്നത്. റിച്വൽസ് ആർ സീരീസ് ഓഫ് സിംബോളിക് ആക്ഷൻസ് വിച്ച് ഹാവ് സ്പെസിഫിക് മീനിങ് ഇൻ റിലേഷൻ ടു റിലീജിയസ് ബിലീഫ്സ്. റിച്വൽസ് എന്ന് പറയുന്നത് അത് ഒരു ഇസ് എ സീരീസ് ഓഫ് സിംബോളിക് ആക്ഷൻസ് ആണ് വിച്ച് ഹാവ് എ സ്പെസിഫിക് മീനിങ്. ഓരോ റിച്വൽസിനും അതിൻ്റെതായ പ്രത്യേക അർത്ഥങ്ങളുണ്ട് ഇൻ റിലേഷൻ ടു റിലീജിയസ് ബിലീഫ്. റിലീജിയസ് ബിലീഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക അർത്ഥമുള്ള ഒന്നാണ് ഈ റിച്വൽസ് എന്ന് പറയുന്നത്. ഇനി അത് ചെയ്യാനായിട്ട്, ഈ റിച്വൽസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ റിച്വൽസ് മേ ബി പെർഫോംഡ് കളക്റ്റീവ്ലി ഓർ ഇൻഡിവിജ്വലി. കളക്റ്റീവായിട്ടും ഇപ്പോൾ ജപങ്ങൾ ചെയ്യുക, പ്രാർത്ഥന എത്തിക്കുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്റ്റീവായിട്ടും ചെയ്യാം, ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം. വേർ റിച്വൽസ് ആർ പെർഫോംഡ് കളക്റ്റീവ്ലി ഐദർ എവരി വൺ പെർഫോം ഓർ ഓൺലി ദ സ്പെഷ്യലിസ്റ്റ് പെർഫോം വൈൽ ദ ബിലീവേഴ്സ് പാർട്ടിസിപ്പേറ്റ്. അപ്പം ഇനി കളക്റ്റീവായിട്ട് ചെയ്യണതിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ കളക്റ്റീവ് റിച്വൽസിൽ സാധാരണയായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നേതൃത്വം കൊടുക്കുന്നത് അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അത് പുരോഹിതരോ ഷാമാൻ, പൂജാരി, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുക. There is a debate in sociology of religion on the nature of the belief and rituals. Some scholars have argued that ritual emerged before an elaborate system of belief. ഒരു elaborate system of beliefൽ നിന്നാണ് ഈ റിച്വൽസ് ഫോം ചെയ്യണമെന്നാണ് കുറേ പേര് പറയുന്നത്. ഡർക്കിം ഈസ് വൺ among them. അതിലൊരാളാണ് ഡർക്കിം. Another group of scholars argue that people try to explain the mysterious through belief first. ബിലീഫിൽ കൂടി ആദ്യം അവർ ആ മിസ്റ്റീരിയസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ദെൻ റിച്വൽ ഫോളോഡ്. എന്നിട്ട് അതിനെ തുടർന്ന്, വിശ്വാസത്തെ തുടർന്ന് റിച്വൽസ് വരുന്നു. അങ്ങനെയും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ലെറ്റസ് നൗ ടോക്ക് അബൌട്ട് റിലീജിയസ് ബിഹേവിയർ ആസ് എ സോഴ്സ് ഓഫ് മോറൽ വാല്യൂസ്. ഇനി നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മോറൽ പ്രിസ്ക്രിപ്ഷൻസ്. ഇൻ ദ പ്രീവിയസ് സെക്ഷൻ വി സ്റ്റേറ്റഡ് ദാറ്റ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് റിച്വൽസ് ഹെൽപ്പ് ഹ്യൂമൻ ബീയിങ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. വെൻ ഹ്യൂമൻ ബീയിങ്സ് ഡിഫൈൻ their relationship with the sacred, they also define their relationship
with fellow human beings. അപ്പോൾ പവിത്രമായ ഒന്നിനോട് മനുഷ്യൻ ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സിനോടും അതുപോലെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. സം ബിഹേവിയറൽ പാറ്റേൺസ് ആർ പ്രിസ്ക്രൈബ്ഡ് ആസ് എ കമ്പൽസറി ബിഫോർ വൺ ക്യാൻ റിലേറ്റഡ് ടു ഗോഡ്. ഒരാൾ ദൈവമായിട്ട് റിലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് നമ്മൾ ചില ബിഹേവിയറൽ പാറ്റേൺസ് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, ഒരു പെരുമാറ്റ ചട്ടങ്ങൾ. ദിസ് ഈസ് ഹൗ മോറൽസ് ആർ ബോൺ ഔട്ട് ഓഫ് റിലീജിയൻ. അപ്പം ഇങ്ങനെയാണ് മോറൽസ് റിലീജിയനിൽ രൂപാന്തരപ്പെട്ടത്. ആസ് ആൻ എക്സാമ്പിൾ ഇറ്റ് മസ്റ്റ് ബി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകൾ, ഫോം ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ജൂയിഷ് ക്രിസ്ത്യൻ റിലീജിയൻ. ജൂയിഷ് ക്രിസ്ത്യൻ റിലീജിയനിൽ ഒരു പ്രത്യേക മോറൽ ഇതാണ് 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. അതുപോലെ കമാൻഡ്മെന്റ്സ് ആർ മോറൽ പ്രിസ്ക്രിപ്ഷൻസ് ഫോർ ഹ്യൂമൻ ബീങ്സ് ടു റിലേറ്റ് ടു ഗോഡ്. ദൈവമായിട്ട് ബന്ധപ്പെടാനായിട്ട് മാനവരാശിക്കുള്ള ഒരു മോറൽ സപ്പോർട്ടാണ് ഈ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത്. റിലീജിയൻ ഈസ് ദ സോഴ്സ് ഓഫ് മോറൽ വാല്യൂസ് ആൻഡ് റിലീജിയൻ വിത്തൗട്ട് മോറൽ പ്രിസ്ക്രിപ്ഷൻ ഈസ് വെർച്വലി നോട്ട് പോസിബിൾ. അപ്പൊ റിലീജിയൻ ഉണ്ടോ അവിടെ ഒരു സന്മാർഗ ബോധം ഉണ്ടായിരിക്കും. സന്മാർഗ ബോധം ഇല്ലാത്തതായാൽ അത് ഒരിക്കലും റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. റിലീജിയൻ ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ദ റോങ്. നല്ല ശരിയും തെറ്റും തമ്മിൽ വ്യത്യാസപ്പെടുത്തി കാണിക്കാനായിട്ട് റിലീജിയന് കഴിവുണ്ട്, മോർ പവർഫുള്ളി ദാൻ അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒത്തിരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ സൊസൈറ്റിയിൽ. അതിലൊരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഈ റൈറ്റ് ആൻഡ് റോങ്ങിനെ പ്രത്യേകം കാണിച്ചു തരാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ. There are many sources of moral prescriptions in society, such as family, education and law. ഇതൊക്കെ moral sources ആണ്. ഫാമിലി, എഡ്യൂക്കേഷൻ, ലോ എന്നൊക്കെ പറഞ്ഞാൽ പീപ്പിൾ ഹു ബിലീവ് ഇൻ എ പർട്ടിക്കുലർ റിലീജിയൻ ആർ ഓൾസോ എക്സ്പെക്ടഡ് ടു അഡ്ഹിയർ ടു ഇറ്റ്സ് മോറൽ പ്രിസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഓരോ മതത്തിൽപ്പെട്ടവനും ഇന്ന രീതിയിലുള്ള സന്മാർഗ ബോധങ്ങൾ വെച്ച് പുലർത്തണം, ഇന്ന രീതിയിലുള്ള ചിന്തകൾ വെച്ച് പുലർത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പീപ്പിൾ ദസ് മോർ പ്രിസ്ക്രിപ്ഷൻസ് കം ടു ബി ഷെയർഡ് ബൈ ഓൾ ദ members of the group. Religion and certain of its moral prescriptions are more relevant today than ever before, because some people hold that science is increasingly becoming inhuman. ഇനി സയൻസ് എന്ന് പറയുന്നത് അത് ഇൻഹ്യൂമൻ ആണ്, മാനവത്വവും കുറവുള്ളതാണെന്നാണ് പറയുന്നത്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആർ പോർഡ് ഇൻ ആർംസ് ആൻഡ് വെപ്പൺസ് മാനുഫാക്ചർ. ഒത്തിരി ധനമാണ് ആർംസ് ആൻഡ് വെപ്പൺസ്, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനും നിർമ്മിക്കാനും മിലിറ്ററി വേണ്ടിയൊക്കെ ചെലവാക്കുന്നത്. ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി കൂടിയാണ്. വെൻ മില്യൺസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഡൈ ഓഫ് സ്റ്റാർവേഷൻ ഇൻ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് മെനി അതർ പാർട്സ് ഓഫ് ദ ഗ്ലോബ്. ഇപ്പൊ ഗ്ലോബലിൽ തന്നെ പല പാർട്സിലും ഒത്തിരി ആളുകൾ വിശന്നിട്ട് പട്ടിണി മൂലം മരിക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു ഭാഗത്താണെങ്കിൽ ഒത്തിരി ധനമാണ് ഈ ആംസ് അതുപോലെ മിലിറ്ററി സാധനങ്ങളും വെപ്പൺസും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് മിലിറ്ററി ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ബിക്കം എ മോറൽ ഇഷ്യൂ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ മിലിറ്ററി ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒരു മോറൽ ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ഓർഡർ ടു ഫോളോ ദ റിലീജിയസ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ്. റിലീജിയസ് പ്രിൻസിപ്പിൾസ് ആണ് നോൺ വയലൻസ്, അക്രമരാഹിത്യം എന്നുള്ള ആ പ്രിൻസിപ്പിളിനെ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള മിലിറ്ററി ചെലവുകളുടെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല ലോകത്ത് സമാധാനം ഉണ്ടാക്കാനായിട്ട്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഓഫ് റിലീജിയൻ. ഇനി അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണ്. അപ്പൊ സോഷ്യോളജി ഓഫ് റിലീജിയന്റെ ഡെവലപ്മെന്റ് 3 ഫേസിൽ കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. ആ 3 ഫേസുകളാണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്നും പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പ്രീ മോഡേൺ സൊസൈറ്റീസ് ആണ്. പ്രീ മോഡേൺ സൊസൈറ്റിയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് സോഷ്യോളജിക്കൽ റിലീജിയന്റെ ഡെവലപ്മെന്റ്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഓഫ് റിലീജിയൻ ദ ഇൻട്രസ്റ്റ് വാസ് ഫോക്കസ്ഡ് മെയിൻലി ടു ട്രേസിംഗ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് റിലീജിയൻ. ഈ സമയത്ത് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് റിലീജിയനെ കുറിച്ചാണ് അറിയാനാണ് കൂടുതൽ താല്പര്യങ്ങൾ ഈ പ്രീ മോഡേൺ സൊസൈറ്റിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. എക്സ്പ്ലനേഷൻസ് ഓഫ് 2 types can be identified. ഇവിടെ 2 ടൈപ്പ്
കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വലിറ്റിക് എക്സ്പ്ലനേഷൻ, രണ്ട് തരം എക്സ്പ്ലനേഷനാണ് ഈ റിലീജിയൻ്റെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ കാണിക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വലിറ്റിക് എക്സ്പ്ലനേഷനും മറ്റത് സോഷ്യൽ എക്സ്പ്ലനേഷൻ. ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പ്ലനേഷൻസ് ഐദർ എംഫസൈസ് ദ കൊഗ്നിറ്റീവ് ഓർ ദ എമോഷണൽ ആസ്പെക്ട്സ് ഓഫ് റിലീജിയൻ. ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പ്ലനേഷൻസ്, വ്യക്തിപരമായിട്ടുള്ള വിവരണം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് കൊഗ്നിറ്റീവ്, അതായത് ഇൻ്റലക്ച്വൽ. കൊഗ്നിറ്റീവ് മീൻസ് ബുദ്ധിപരമായിട്ടുള്ള, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എമോഷണൽ, വികാരപരമായിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് റിലീജിയൻ്റെ ഈ രണ്ട് ആസ്പെക്ട്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. Both varieties of explanation of religion by anthropologists and sociologists were based on material related to primitive people around the world. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ സോഷ്യൽ എക്സ്പ്ലനേഷനും, രണ്ട് എക്സ്പ്ലനേഷനും റിലീജിയനിൽ കൊടുക്കുന്നത് കൂടുതൽ ആന്ത്രപ്പോളജിസ്റ്റും സോഷ്യോളജിസ്റ്റുമാണ്. വെർ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ റിലേറ്റഡ് ടു പ്രിമിറ്റീവ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ലോകത്തിൽ അവിടെ ഇവിടെ ആയിട്ടുള്ള പ്രിമിറ്റീവ് പീപ്പിളിനെ ആശ്രയിച്ചിട്ടാണ് ഇവർ ഇതുപോലെയുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തത്. എഡ്വേർഡ് ബി ടൈലർ ആൻഡ് ഹെർബർട്ട് സ്പെൻസർ ക്യാൻ ബി കോൾഡ് ദ ഇൻ്റലക്ച്വൽസ്. ഇതിലെ ഇൻ്റലക്ച്വൽസ് എന്ന് അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് എഡ്വേർഡ് ബി ടൈലർ അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസർ. ബിക്കോസ് ദേ ഒപ്പൻഡ് that pre-modern man had to evolve religion in order to explain the phenomena. In addition, Durkheim's explanation of religion including social dimensions and functional necessities. ഇനി ഡർക്കിമും ഒരുതരം എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് അനുസരിച്ച് റിലീജിയൻ ഈസ് എ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റീവ് ടു സാക്രഡ് തിങ്സസ്. പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള സംഗതികളുമായിട്ടുള്ള ഒരു യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് റിലീജിയൻ എന്നാണ് എമിൽ ഡർക്കം പറയുന്നത്. ദാറ്റ് ഈസ് ടു സേ തിങ്സ് സെറ്റ് അപ്പാർട്ട് ആൻഡ് ഫോർബിഡൻ. അവിടെ തന്നെ വിശുദ്ധമായിട്ടുള്ളത് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ടു സേ തിങ്സ് സെറ്റ് അപ്പാർട്ട് ആൻഡ് ഫോർബിഡൻ. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും മാറ്റി നിർത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവയെ അതുപോലെ തന്നെ സൂക്ഷിക്കുക. ഇപ്പോൾ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് യുണൈറ്റ് into one single moral community called a church. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ള എല്ലാവരും കൂടി ചേർന്ന ഒരു മോറൽ കമ്മ്യൂണിറ്റിക്ക് രൂപം കൊടുക്കും. അതിനെയാണ് ചർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പം അവിടെ റിലീജിയൻ എന്ന് പറയുന്നത് ഈസ് എ യൂണിഫൈഡ് സിസ്റ്റം, ഏകോപിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ബിലീഫ്സും പ്രാക്ടീസസുമായിട്ട് അത് റിലേറ്റീവ് ടു സാക്രഡ് തിങ്സ്. അപ്പോൾ ടോട്ടമിസത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ എമൈൽ ഡർക്കിമിനെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ആ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ ദ ടോട്ടം ഈസ് എ സാക്രഡ് ഓബ്ജക്റ്റ് വിച്ച് ഈസ് ഓൾസോ ദ മാർക്കർ ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്. ടോട്ടം എന്ന് പറയുന്നത് ഡർക്കിം ഐഡന്റിഫൈഡ് ടോട്ടം ആസ് ദ എലിമെന്ററി ഫോം ഓഫ് റിലീജിയൻ. ടോട്ടം എന്ന് പറയുന്നത് ആ കുലചിഹ്നം എന്ന് പറയുന്നത് തന്നെയാണ് എലിമെന്ററി ഫോം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. ദ ടോട്ടം ഈസ് എ സാക്രഡ് ഓബ്ജക്റ്റ്, അതൊരു വിശുദ്ധമായിട്ടുള്ള വസ്തുവാണ്. വിച്ച് ഈസ് ഓൾസോ ദ മാർക്കർ ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്, ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ മാർക്കറും കൂടിയാണ് അത്. ദിസ് ടോട്ടം ഈസ് എക്സലേറ്റഡ് ഡ്യൂറിങ് ദ കളക്റ്റീവ് എഫർവൻസസ് ജനറേറ്റഡ് വെൻ ഇൻഡിവിജ്വൽസ് കം ടുഗെദർ ആസ് എ ഗ്രൂപ്പ്. ആളുകൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചു വരുമ്പോൾ അവിടെ എന്നിട്ട് ഈ തോട്ടത്തിനെ വർഷിപ്പ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു കളക്റ്റീവ് എഫർവസ്നെസ്, ഒരു ഏകോപിച്ചിട്ടുള്ള ഒരു ശക്തിയാണ് അവിടെ വരുന്നത്, ഐക്യതയാണ് അവിടെ വരുന്നത്. Durkheim argues that religion has survived from the immemorial, although in various forms, because it has performed specific functions for the society. The main function, അപ്പൊ തുടങ്ങിയ കാലം മുതലേ ഇതുപോലെ ഓരോ റിലീജിയൻസ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് സൊസൈറ്റീനെ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് ഈ മതത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, ഈ ഐക്യത, ഒന്നിച്ച് എല്ലാവരും ഒരുമയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ആ സോഷ്യൽ
ഐഡന്റിറ്റിയാണ്. അത് സോഷ്യലായിട്ട് എല്ലാവരും ഐക്യത, സോഷ്യൽ സോളിഡാരിറ്റിനെ കാണിക്കുന്ന ഒരു ചിഹ്നമായിട്ട് മാറും. ഈ സോഷ്യൽ സോളിഡാരിറ്റി ഹെൽപ്പ് ദ ഇന്റഗ്രേഷൻ ഓഫ് സൊസൈറ്റി. സം ഓഫ് ദീസ് ഫങ്ഷണലിസ്റ്റ് ആർഗ്യുമെന്റ്സ് ഹാവ് ബീൻ affirmed, elaborated and reconstructed by many scholars including റാഡ്ക്ലിഫ് റവൺ, ടാൽക്കട്ട് പേഴ്സൺ, മിൽട്ടൺ യങ്ങർ. ഇവരൊക്കെ ഡർക്കിമിന്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആളുകളാണ്. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണ് ഈ സെക്കൻഡ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഓഫ് റിലീജിയൻ. അത് അവിടെ കാറൽ മാർക്സും മാർക്സ് വെബറും ഒക്കെയാണ്. ആ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ബിഗിനിങ്ങിൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ് അത് അവരും അതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കണമെന്ന്. ബോത്ത് കാറൽ മാർക്സ് ആൻഡ് മാക്സ് വെബർ ആർഗ്യൂ ദാറ്റ് റിലീജിയൻ ഈസ് ഇൻക്രീസിംഗ്ലി ലോസിങ് ഇറ്റ്സ് reason for justification for existence, and there will become a specific historical point after which religion will be no more. അപ്പോൾ ഇപ്പൊ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോൾ റിലീജിയന് സ്ഥാനമുണ്ട്. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ റിലീജിയന്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. ഫോർ മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ റാഷണലൈസേഷൻ ഇസ് ദ മെയിൻ തീം ആൻഡ് ഫോർ കാറൽ മാർക്സ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. അപ്പൊ റിലീജിയന്റെ ഫലം എന്ന് പറയുന്നത് മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ റാഷണലൈസേഷൻ ആണെങ്കിൽ കാറൽ മാർക്സ് പറയുന്നത് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ് ഇതിന്റെ സൃഷ്ടാവെന്നാണ്. അക്കോർഡിംഗ് ടു കാറൽ മാർക്സ്, റിലീജിയൻ ഈസ് ദിസ് വേൾഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഡിസ്ട്രസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ റിയൽ ഡിസ്ട്രസ്. അപ്പൊ ബുദ്ധിമുട്ടുകൾ ഉള്ള ഈ കാലഘട്ടത്തിൽ, ചൂഷണത്തിന്റെ ഈ കാലഘട്ടത്തിൽ അതിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടും റിലീജിയനെ കാണാം. അതുപോലെ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും, ആ ചൂഷണത്തിന് എതിരായിട്ട് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ടും നമുക്ക് റിലീജിയനെ കാണാൻ പറ്റുമെന്നാണ് കാറൽ മാർക്സ് പറയുന്നത്. In other words, religion continue to survive because of oppressive social conditions. അപ്പൊ എത്രത്തോളം കാലം ഭൂമിയിൽ ഈ ഒപ്രസീവ് സോഷ്യൽ കണ്ടീഷൻസ് നിലനിൽക്കുന്നോ അത്രത്തോളം കാലം റിലീജിയനും ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് കാറൽ മാർക്സ് പറയുന്നത്. വെൻ ദിസ് ഒപ്രസീവ് ആൻഡ് എക്സ്പ്ലോയിറ്റീവ് കണ്ടീഷൻ ഈസ് ഡിസ്ട്രോയിഡ്, ഈ ഒപ്രസീവും എക്സ്പ്ലോയിറ്റീവ് ചൂഷണവും അതുപോലെ മർദ്ദിതമായിട്ടുള്ള ഈ അവസ്ഥ എപ്പോഴാണ് ഇല്ലാതെ വരുന്നത്, റിലീജിയൻ വിൽ ബിക്കം അൺനെസസറി. അങ്ങനെ ഒരു പോയിന്റ് വരുമ്പോൾ പിന്നെ ഭൂമിക്ക് റിലീജിയന്റെ ആവശ്യം സൊസൈറ്റിക്ക് ഉണ്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് കാറൽ മാർക്സ്. Karl Marx denied a place for religion in his utopian world of communism. കാറൽ മാർക്സ് അപ്പൊ അങ്ങനെ അവസാനം ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഫോം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിസം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉട്ടോപ്പിയൻ വേൾഡ് ഓഫ് കമ്മ്യൂണിസത്തിൽ റിലീജിയൻ ഉണ്ടായിരിക്കില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് കാറൽ മാർക്സ്. പക്ഷെ അക്കോർഡിംഗ് ടു മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ religion has come to be expected as a possible instrument of social change എന്നാണ് ഉള്ള അഭിപ്രായക്കാരനാണ്. സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആണ് റിലീജിയൻ എന്നാണ് മാക്സ് വെബർ പറയുന്നത്. മാക്സ് വെബറെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് കാൽവിനിസവും അതുപോലെയുള്ള ഐഡിയാസൊക്കെ. ആ ഐഡിയാസ് എങ്ങനെ ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചെന്നുള്ള കാര്യം കൂടുതലായിട്ട് നമ്മൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ഇവിടെ ഓർത്തേക്കുക. ഇനി അടുത്തത് റിലീജിയൻ റിവൈവലിസം. അപ്പൊ അടുത്ത ഫേസ് ആണ് റിലീജിയസ് റിവൈവലിസം. അപ്പൊ ഇൻഡസ്ട്രിയൽ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ ഈ കണ്ടംപററി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഒരു റിലീജിയന്റെ മതത്തിന്റെ തന്നെ ഒരു പുനരുദ്ധാനം അല്ലെങ്കിൽ നവോത്ഥാനം കാണാൻ പറ്റും. So many of scholars predicted that religion would ultimately vanish. It has managed to survive. അപ്പൊ ഈ കാലഘട്ടം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അതുപോലെ സയൻസിന്റെ വളർച്ച പൂർണ്ണമായിട്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ റിലീജിയൻ ഉണ്ടാവില്ല, റിലീജിയൻ വാനിഷ് ചെയ്യും, ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമെന്ന് കുറെ സ്കോളേഴ്സ് പ്രെഡിക്റ്റ് ചെയ്തെങ്കിലും ഇറ്റ് ഹാസ് മാനേജ് ടു സർവൈവ്. ഇപ്പോഴും റിലീജിയൻ നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് മാനേജ് ടു സർവൈവ്. ഇൻഫാക്ട് ദർ ഹാസ് ബീൻ എ റിലീജിയസ് റിവൈവലിസം in many part of the world. വേൾഡിൽ പല സ്ഥലത്തും ഈ റിലീജിയസ് റിവൈവലിസം നമുക്ക് കാണാൻ പറ്റും. In recent times there has been a fresh growth of fundamentalist Protestant sects in the United States. There has been religious revivalism in many Asian countries, and religion tend to increasingly become a tool of political mobilization.
പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ്റെ ഒരു ടൂളായിട്ട് റിലീജിയൻ മാറിയേക്കുന്നത് പല ഏഷ്യൻ കൺട്രീസിലും നമുക്ക് കാണാൻ പറ്റും. മീൻവൈൽ ഇൻ സം ഓഫ് ദ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ക്രിസ്ത്യാനിറ്റി ഹാസ് ബിക്കം ദ ടൂൾ ഓഫ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇൻ സം ഓഫ് ദ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് അത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഹാസ് ബിക്കം ദ ടൂൾ ഓഫ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന് ചൂഷണത്തിന് എതിരായിട്ടുള്ള ഒരു ടൂളായിട്ട് ക്രിസ്ത്യാനിറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റി അവിടെ അങ്ങനെ പ്രവർത്തിക്കുക ഉണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യണത് റിലീജിയൻ ആണ്. ഈവൻ വെയർ റിലീജിയൻ സീംസ് ടു ലോസ് ഇറ്റ് ഹോൾഡ്സ് ഇൻ ദ സെൻസ് ഓഫ് ഡിക്രീസിങ് അറ്റൻഡൻസ് ഇൻ ചർച്ച് സെറിമണീസ് എ പ്രൈവറ്റ് റിലീജിയൻ ഈസ് സീമിംഗ്ലി എമർജിങ്. ഇപ്പോൾ പല പള്ളികളിലും പുറം രാജ്യങ്ങളിൽ വിദേശങ്ങളിൽ പല പള്ളികളും അടച്ചു പൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ വിശ്വാസികൾ കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വേറെ പല രീതിയിലും പല സ്ഥലത്തും അത് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. ഇൻ അതർ വേർഡ്സ് എ പേഴ്സണൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് റിലീജിയസ് ഡോക്ട്രിൻ ഈസ് ടോളറേറ്റഡ്. Some scholars raise doubts whether religion will vanish from the history of mankind. മാൻകൈൻഡിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ റിലീജിയൻ ഒരുപക്ഷെ അപ്രത്യക്ഷമായേക്കാമെന്ന് ചില പണ്ഡിതന്മാർ സംശയിക്കുന്നുണ്ട്. പക്ഷേ they have analyzed the evidence of religion found in the forms of rituals and beliefs in the so-called secular system like the state, communism and nationalism. ഇങ്ങനെ പല സ്ഥലത്തും ദേ ഹാവ് അനലൈസ്ഡ്, പക്ഷേ വാനിഷ് ചെയ്യപ്പെട്ടേക്കാന്ന് പറയുന്നുണ്ടെങ്കിലും ദേ ഹാവ് അനലൈസ്ഡ്, അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ദ എവിഡൻസ് ഓഫ് റിലിജിയൻ ഫൗണ്ട് ഇൻ ദ ഫോംസ് ഓഫ് റിച്വൽസ് ആൻഡ് റിച്വൽസും ബിലീവ്സും ഒക്കെ ആയിട്ട് ഇപ്പോഴും സെക്യുലർ സിസ്റ്റത്തിൽ റിലീജിയൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. To be specific, if communism is analyzed as a form of religion, no one should be surprised. അപ്പോൾ പിന്നീട് കമ്മ്യൂണിസം തന്നെ ഒരു ഫോം ഓഫ് റിലീജിയൻ ആയിട്ട് മാറിയാൽ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം റിലീജിയൻ അങ്ങനെ അങ്ങോട്ട് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാവില്ല. അതൊന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന്. ഇനി റിലീജിയൻ ആൻഡ് അതർ റിലേറ്റഡ് സോഷ്യൽ ഫിനോമിന. റിലീജിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറേ സോഷ്യൽ ഫിനോമിനാസ് ഉണ്ട്. അതായത് സയൻസ് ഉണ്ട്, പിന്നെ മാജിക്. ഇനി അതൊക്കെല്ലാം എന്താണെന്ന് നോക്കാം. റിലീജിയൻ ആൻഡ് മാജിക്. ഫസ്റ്റ് വി ഹാവ് ടു ലുക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് മാജിക്. റിലീജിയൻ ആൻഡ് മാജിക് റിവീൽ മെനി സിമിലാരിറ്റീസ്. റിലീജിയനും മാജിക്കിലും തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്, താരതമ്യതകളുണ്ട്. ബോത്ത് ഓഫ് ദം ഡീൽ വിത്ത് അൺഒബ്സർവബിൾ പവേഴ്സ്. രണ്ടുപേരും കാണാൻ പറ്റാത്ത, നിരീക്ഷിക്കാൻ പറ്റാത്ത ശക്തിയെ കുറിച്ചാണ് ഡീൽ ചെയ്യണത്. ദേ ഓപ്പറേറ്റ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഫെയ്ത്ത് ഓഫ് ദ അഡ്ഹറന്റ് ഓർ ബിലീവർ. രണ്ടുപേരുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ അടിയുറച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ബോത്ത് റിലീജിയൻ ആൻഡ് മാജിക് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ ഹ്യൂമൻ അറ്റംപ്റ്റ്സ് ടു കോപ്പ് വിത്ത് ഫിയേഴ്സ്, ഫ്രസ്ട്രേഷൻസ് ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ രണ്ടും, റിലീജിയൻ ആയാലും കൊള്ളാം മാജിക് ആയാലും കൊള്ളാം, ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ ഹ്യൂമൻ അറ്റംപ്റ്റ്സ്. അത് മനുഷ്യൻ്റെ ഒരു അറ്റംപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ടു കോപ്പ് വിത്ത് ഫിയേഴ്സ്, ഭയം, അതുപോലെ ദേഷ്യം, ഫ്രസ്ട്രേഷൻസ്, ബുദ്ധിമുട്ടുകൾ, അൺസർട്ടനിറ്റീസ് ഓഫ് എ ഡേ ടു ഡേ ലൈഫ്, നിത്യജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം അതിനെയൊക്കെ നേരിടാനുള്ള മനുഷ്യൻ്റെ അറ്റംപ്റ്റിൽ നിന്നുള്ള, പ്രയാസത്തിൽ നിന്നുള്ള ഒരു ഉടലെടുക്കലാണ് ഈ റിലീജിയൻ എന്ന് പറഞ്ഞാലും മാജിക് എന്ന് പറഞ്ഞാലും ഒക്കെ. അത്രേ ഉള്ളൂ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ബോത്ത് ഇൻ റിലീജിയൻ ആൻഡ് മാജിക് അറ്റംപ്റ്റ് ആർ മെയ്ഡ് ടു ഡയറക്റ്റ് supernatural power to achieve specific ends using certain techniques. ഈ രണ്ടു കൂട്ടരും, റിലീജിയനും മാജിക്കും, ശ്രമിക്കുന്നത് എന്തിനാണ്? ആർ മെയ്ഡ് ടു ഡയറക്റ്റ് സൂപ്പർ പവർ ടു അച്ചീവ്. സൂപ്പർ നാച്ചുറൽ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുക. യൂസിങ് സർട്ടൺ ടെക്നിക്സ്, ചില ടെക്നിക്സുകൾ കാണിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ചില കാര്യസിദ്ധി നടത്തുക എന്നുള്ളതാണ്. മാലിനോവ്സ്കി ആൻഡ് ഫ്രൈസർ ആർ വെൽ നോൺ സ്കോളേഴ്സ് who have contributed richly to the understanding of magic and religion. മാജിക്കും അതുപോലെ റിലീജിയനെയും കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ആന്ത്രോപോളജിസ്റ്റുകളാണ് മാലിനോവ്സ്കിയും അതുപോലെ ഫ്രൈസറും.
Religion refers to ultimate problems and meaning of human existence. റിലീജിയൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് പ്രോബ്ലംസും അതുപോലെ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ആ ഭയപ്പാടുകൾ, ഡെത്ത്, ഫെയിലിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വേറാസ് മാജിക് ഈസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിലീജിയൻ ഡീൽ ചെയ്യണത്. പക്ഷെ വേറാസ് മാജിക് ഈസ് കൺസേർഡ് മോർ വിത്ത് ഇമ്മീഡിയറ്റ് പ്രോബ്ലം. അത്ര സ്ഥായിയായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളിലെ ചെറിയ പെട്ടെന്ന് വരുന്ന ചില കാര്യങ്ങളിൽ പ്രോബ്ലത്തിനെ കുറിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനാണ് മാജിക് ശ്രമിക്കുന്നത്. ലൈക്ക് കൺട്രോൾ ഓഫ് വെതർ, ഡ്രോട്ട്, victory in battle, prevention of diseases, etc. Within religion, one prays to God and pleads with them. റിലീജിയനിലാണെങ്കിൽ ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ യാചിക്കുന്നു. വേറാസ് ഇൻ മാജിക് ദ മാജിക്കൽ മാനിപ്പുലേറ്റ് ദ സൂപ്പർ നാച്ചുറൽ പവർ. പക്ഷെ മാജിക്കലി ആ മജീഷ്യൻ അയാളുടെ ഇഷ്ടം അനുസരിച്ച് സൂപ്പർ നാച്ചുറൽ പവറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. റിലീജിയൻ മേക്സ് എ പേഴ്സൺ ബിലീവ്സ് ഇൻ ദ power of the supernatural. On the contrary, in magical practices, the adherent believes in their own power to manipulate the power of the supernatural. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി റിലീജിയൻ ആൻഡ് സയൻസ്. സയൻസ് ഈസ് എ സെർച്ച് ഫോർ നോളജ് ആസ് വെൽ ആസ് മെത്തേഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ നോളജ്, അറിവിനായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതുപോലെ തന്നെ ആസ് വെൽ മെത്തേഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്, എങ്ങനെയാണ് സോൾവ് ചെയ്യാനുള്ള അതിനുള്ള മെത്തേഡ്സ്, അതൊക്കെയാണ് സയൻസിൽ അടങ്ങിയിരിക്കുന്നത്. ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ് ആർ ഫോംസ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടും റിലീജിയൻ ആയാലും സയൻസ് ആയാലും അത് രണ്ടും ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കാര്യങ്ങളാണ്. ദ സയൻസ് ആൻഡ് റിലീജിയൻ ആൻഡ് ഹ്യൂമൻ വേസ് ഓഫ് റിലേറ്റിംഗ് ദംസെൽസ് ടു റിയാലിറ്റി. ദ സയൻസ് ആൻഡ് റിലീജിയൻ, സയൻസ് ആയാലും കൊള്ളാം, റിലീജിയൻ ആയാലും ഹ്യൂമൻ വേസ് ഓഫ് റിലേറ്റിംഗ് ദംസെൽസ് ടു റിയാലിറ്റി, റിയാലിറ്റി യാഥാർത്ഥ്യവുമായിട്ട് താരതമ്യപ്പെട്ട് പഠിക്കാനായിട്ടാണ് ഈ രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത്. ഓൺ മെനി ഒക്കേഷൻസ് ഇൻ ദ പാസ്റ്റ് ആസ് വെൽ ആസ് ഇൻ പ്രസന്റ്, ഇൻ മെനി എ വാർ, സയൻസ് ആൻഡ് റിലീജിയൻ ഹാവ് ആക്ടഡ് അഗൈൻസ്റ്റ് ഹ്യൂമൻ കൈൻഡ്. ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് ഫോർ ദെയർ പേഴ്സണൽ. ഇനി അടുത്തത്, സയൻസ് ഇൻസിസ്റ്റ് ദാറ്റ് ഓൾ ഫിനോമിന ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് ഷുഡ് നോട്ട് ബി ആക്സെപ്റ്റഡ് അറ്റ് ഫേസ് വാല്യൂ. സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഫിനോമിന ആയാലും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂന് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് വസ്തുനിഷ്ഠമായിട്ടാണ് ഓരോ സംഗതിയെയും നമ്മൾ നിരീക്ഷിക്കുന്നത് സയൻസിൽ കൂടി. ഇറ്റ്സ് വാല്യൂ ആൻഡ് മീനിങ് ക്യാൻ ബി ഡിസ്കവർഡ് ത്രൂ എക്സ്പെരിമെന്റേഷൻ. പരീക്ഷണത്തിലൂടെയാണ് അതിന്റെ വാല്യൂ മീനിങ്ങും എല്ലാം കണ്ടുപിടിക്കുന്നത്. ഓൾ ഫാക്ടേഴ്സ്, അതായത് ടൈം, പ്ലേസ്, പേഴ്സൺസ്, ഇക്വിപ്മെന്റ്സ്, എല്ലാ ഫാക്ടേഴ്സും ദാറ്റ് ക്യാൻ എഫക്ട് ദ റിസൾട്ട് ഓഫ് സച്ച് എക്സ്പെരിമെന്റ്സ്. അതുപോലെയുള്ള എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട്സ് ആണ് ഈ ഫാക്ടേഴ്സ് ഒക്കെ. ആർ കൺട്രോൾഡ് ഇൻ ലാബറട്ടറി കണ്ടീഷൻസ്. ഇതെല്ലാം ലാബറട്ടറി കണ്ടീഷൻസിൽ കൺട്രോൾ ചെയ്തിട്ടാണ് ഓരോ പരീക്ഷണങ്ങളും ചെയ്ത് നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സയൻസ് ഡിഫേഴ്സ് ഫ്രം റിലീജിയൻ ബിക്കോസ് ഇറ്റ് ബിലീവ്സ് ഇൻ ന്യൂട്രാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. സയൻസ് റിലീജിയനിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ബിലീവ്സ് ന്യൂട്രാലിറ്റിയിലും ഒബ്ജക്റ്റിവിറ്റിയിലുമാണ് സയൻസ് ബിലീവ് ചെയ്യണത്. അതായത് വസ്തുനിഷ്ഠതയിലും അൺബയസ്ഡ് ആയിട്ടുള്ള തിങ്കിങ്ങിലുമാണ് സയൻസ് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സയന്റിഫിക് മെത്തേഡ് claim to have annulled the subjective biases. Science believes in precision and measurement. Science എപ്പോഴും precision and measurement, which is not possible for religion. കൃത്യതയ്ക്കും മെഷർമെന്റിനും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ റിലീജിയൻ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. സയൻസ് ബ്രിങ്സ് ദ അൺനോൺ ടു ദ ലെവൽ ഓഫ് ഒബ്സർവബിൾ റിയാലിറ്റി. അറിയപ്പെടാത്തതിനെ കാണപ്പെടുന്ന വസ്തുവാക്കി റിയാലിറ്റിയാക്കി മാറ്റുക, അതാണ് സയൻസിന്റെ പ്രത്യേകത. റിലീജിയൻ കനോട്ട് ബ്രിങ് ഗോഡ് ടു ദ ലെവൽ ഓഫ് ഒബ്സർവബിൾ ഫിനോമിന. അപ്പൊ റിലീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും ദൈവാധിഷ്ഠിതമാണ്. അപ്പൊ ദൈവത്തിനെ, അവിടുത്തെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അങ്ങനെ ദൈവത്തിനെ ഒരു ഒബ്സർവബിൾ ഫിനോമിനയായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് സയൻസും മതവും തമ്മിലുള്ള വ്യത്യാസം. Scientific knowledge has more concrete application in the form of technology which might help in manipulating nature. Religion cannot establish such concrete and immediate results.
ഈ ലെറ്റർ സമ്മപ്പ് എന്നുള്ളതിൽ ഈ പോർഷൻസിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ സംക്ഷിപ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും തന്നെ വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത യൂണിറ്റ് ആണ് എലിമെന്റ്സ് ഓഫ് റിലീജിയൻ. സെക്കൻഡ് യൂണിറ്റിൽ പറയണത് എലിമെന്റ്സ് ഓഫ് റിലീജിയൻ. അപ്പോൾ ഓരോ റിലീജിയനും അതിലുള്ള എലിമെന്റ്സ്, അത് സാധാരണ ഒരു എസ്സേ ആയിട്ടും അതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 20 മാർക്സിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിലും വരാറുള്ളതാണ്. അപ്പോൾ ഈ എലിമെന്റ്സ് ഏതൊക്കെയാണ് അത് മനസ്സിലാക്കുന്നവർക്കും അത് നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അറിയാവുന്നതാണ്. മതത്തിലെ എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന്, അതായത് ബിലീവ്സ് ഉണ്ട്, വിശ്വാസങ്ങൾ, പിന്നെ ഈ വിശ്വാസങ്ങൾക്ക് ആധാരമായിട്ടുള്ള മിത്സ്, ഐതിഹ്യ കഥകളുണ്ട്. അതുപോലെ തന്നെ ഓരോ മതത്തിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട്. ഓരോ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഐതിഹ്യ കഥകൾ അത് യഥാർത്ഥമാണെന്നാണ് അവിടെ ആ ഓരോ മതസ്ഥരും വിശ്വസിക്കുന്നത്. അതുപോലെ കോസ്മോളജി, religion provides a cosmology by which പ്രപഞ്ചശാസ്ത്രം by which people understand the world around them. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കോസ്മോളജി ഈസ് പ്രൊവൈഡഡ് ബൈ മിത്സ്. ഓരോ കോസ്മോളജിയും കുറേ മിത്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഭൂമിയിൽ കാണുന്ന പ്രപഞ്ച സത്യങ്ങൾ, പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ പ്രതിഭാസങ്ങൾ, അതുപോലെ ഭൂമിയുടെ സൃഷ്ടി എങ്ങനെയാണ്, അത് ഓരോ മതങ്ങളും ഓരോ പല പല രീതിയിൽ അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് കോസ്മോളജി എന്ന് പറഞ്ഞാൽ. അതുപോലെ എക്കസ്റ്റോളജി എന്ന് പറയുന്നത് ബിലീഫ് അബൌട്ട് ദ ആഫ്റ്റർ വേൾഡ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ സോൾ. അപ്പൊ ഇവിടെ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ശേഷമുള്ള ജീവിതം, അതായത് ആത്മാവിന്റെ ജീവിതം, ആർ അഗൈൻ വാരിയിങ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് കോസ്മോളജി. അത് യുഗാന്ത്യത്തിനെ കുറിച്ചുള്ള ആ ചിന്തകളൊക്കെയാണ് ഈ കോസ്മോളജിയിൽ വരുന്നത്. അപ്പൊ അതിലും ഓരോ മതസ്ഥർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഹിന്ദു മതത്തിനുള്ളതായിരിക്കില്ല ക്രിസ്ത്യൻ മതത്തിനുള്ളത്, അത് അവർക്കുള്ളതല്ല ബുദ്ധിസ്റ്റിനുള്ളത്. അങ്ങനെ ഓരോ മതത്തിനുമുള്ള ആ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് എസ്കറ്റോളജിയിൽ പറയുന്നത്. പിന്നെ സൂപ്പർ ഹ്യൂമൻസ്, എല്ലായിടത്തും ആ സൂപ്പർ ഹ്യൂമൻസ്, അമാനുഷികത, അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതും വിവിധ മതസ്ഥര് വിവിധ രീതിയിലാണ് ഓരോന്നും കാണുന്നത്. അതുപോലെ ഓരോ ഗ്രീക്ക് ഏൻഷ്യന്റ് പീപ്പിൾ ആട്രിബ്യൂട്ടഡ് പവർ ടു മോസ്റ്റ് നാച്ചുറൽ ഫിനോമിന ആൻഡ് വർഷിപ്ഡ് ദം ലൈക്ക് ഇൻ ഏൻഷ്യന്റ് ഗ്രീക്ക് ആൻഡ് റോമൻ റിലീജിയസ് ബിലീഫ്സ്. അവിടെയൊക്കെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ദേവതകളാണ് അതിൻ്റെ എല്ലാം സ്ഥായിയായിട്ടുള്ള സഞ്ചാരകരെന്ന് സഞ്ചലിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നവർ ഓരോ ദേവതകളാണ്. റിവേഴ്സ്, മൗണ്ടൻസ്, ട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് സൂപ്പർ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഐദർ applicatory or propitiating. People tend to keep the superhumans happy by doing according to their wishes, and they also worship them explicitly to gain something from them. അപ്പോൾ ഒരു അമാനുഷിക ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യം കാണാൻ വേണ്ടി ആളുകൾ ആ അമാനുഷിക ശക്തിനെ പ്രീതിപ്പെടുത്താൻ പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ ചർച്ചുകളിൽ പല രീതിയിലുള്ള പ്രേയേഴ്സ്, അതുപോലെ പൂജാവിധികൾ അമ്പലങ്ങളിൽ, അങ്ങനെ ഓരോ പ്ലേസസിലും ഓരോ പ്രത്യേക തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഹെഡിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. റിലീജിയൻസ് ദാറ്റ് ബിലീവ് ഇൻ ഓൺലി വൺ ഗോഡ് ആർ കോൾഡ് മോണോതെയിസ്റ്റ്. മോണോതെയിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദൈവത്തിൽ, ഏക ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നത്. സച്ച് ആസ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് ക്രിസ്ത്യാനിറ്റി അതുപോലെ ഇസ്ലാമും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എങ്കിലും ദേ ആർ വർഷിപ്പിംഗ് എ ലോട്ട് ഓഫ് saints. Christianity has many saints who are worshipped in many churches across the world. പിന്നെ അടുത്തത് പ്രാക്ടീസ് ഓഫ് റിലീജിയൻ. 3 തരം പ്രാക്ടീസസ് ആണ്. അതായത് ഹൗസ് ഹോൾഡ് റിച്വൽസ് ഉണ്ട്, സെറിമോണിയൽ റിച്വൽസ് ഉണ്ട്, ലൈഫ് സൈക്കിൾ റിച്വൽസ്. ഹൗസ് ഹോൾഡ്, വീടുകളിൽ തന്നെ ഒരു പൂജാമുറി ഉണ്ടാക്കിയിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഹൗസ് ഹോൾഡ് റിച്വൽസ്. ഓരോ വ്യത്യസ്ത മതസ്ഥരുടെ വീടുകളിലും പ്രാർത്ഥനയ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഓരോ റൂംസ് ഉണ്ടാവും. അതുപോലെ ഏതെങ്കിലും ആളുകളെ അവിടെ ആ പരിസരത്ത് അടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ അടക്കിയ സ്ഥലത്ത് തിരിവെക്കുക, അങ്ങനെ ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ, അതൊക്കെയാണ് ഹൗസ് ഹോൾഡ് റിച്വൽസ് എന്ന് പറയുന്നത്. അതുപോലെ സെറിമോണിയൽ റിച്വൽസ് ഉണ്ട്. പിന്നെ അത്
ത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഘോഷങ്ങളുടെ സമയത്തൊക്കെയുള്ള പ്രത്യേക റിച്വൽസ്. പിന്നെ ലൈഫ് സൈക്കിൾ റിച്വൽസ്, അത് ജനനവുമായിട്ട് ബന്ധപ്പെട്ടത്, പല അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടത്, മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിച്വൽസ്, അതെല്ലാം ലൈഫ് സൈക്കിൾ റിച്വൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ് അതിനകത്ത്. അപ്പൊ ഇതെല്ലാം വ്യക്തമായിട്ട് കുറേയും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓരോന്നും ഫുള്ളായിട്ട് വായിച്ച് പല പ്രാവശ്യം വായിച്ച് നോക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 2 യൂണിറ്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഫസ്റ്റ് 2 യൂണിറ്റ്സ് നിങ്ങൾക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ അതുപോലെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഒന്നും ഒരു പ്രാവശ്യം വായിച്ചതുകൊണ്ടാവില്ല, പല പ്രാവശ്യങ്ങൾ വായിക്കുക. അപ്പം അതുപോലെ തന്നെ എല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എലിമെന്റ്സ് ഓഫ് റിലീജിയൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയാണ് ഈ 2 യൂണിറ്റ്സിലും കൂടി പഠിക്കാനുള്ളത്. അടുത്ത 3rd യൂണിറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.